തിരുവനന്തപുരം വലിയതുറ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് വമ്പൻ നികുതി വെട്ടിപ്പ്. നിർമ്മാണ കുടിശ്ശിക ഇനത്തിൽ സർക്കാരിന് സ്കൂൾ നൽകേണ്ടത് 10 കോടിയിലധികം രൂപ. നികുതി തിരിച്ചടവിനായി സർക്കാർ നിരവധി തവണ നോട്ടീസ് അയച്ചെങ്കിലും സ്കൂൾ അധികൃതർ നികുതി അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാതെയാണ്. രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലെ വലിയതുറയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലാണ് ഗുരുതരമായിട്ടുള്ള നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. നികുതി ഇനത്തിൽ സ്കൂൾ സർക്കാരിന് നൽകേണ്ടത് 10,34,32,636 രൂപ. നിരവധി തവണ സർക്കാർ നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയെങ്കിലും അധികൃതർ മറുപടി നൽകിയിട്ടില്ല. കൂടാതെ സ്കൂളിന് നഗരസഭ കെട്ടിട നമ്പറും നൽകിയിട്ടില്ല. 2023 സ്കൂളിന്റെ ഫിറ്റ്നസ് അവസാനിച്ചു. പിന്നീട് സ്കൂൾ അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും നഗരസഭയ്ക്കും കൈമാറിയില്ല. ഇതോടെ നഗരസഭ കെട്ടിട നമ്പറും പുതുക്കി നൽകിയില്ല. തുടർന്നും നിയമവിരുദ്ധമായിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ വള്ളക്കടവ് പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന സ്കൂൾ പിന്നീട് വലിയതുറയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ആയതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമി കയ്യേറിയാണ് സ്കൂൾ പുനർനിർമ്മിച്ചതെന്നാണ് ആക്ഷേപം. ഇതിനു പിന്നാലെയാണ് നികുതി വെട്ടിപ്പും സ്കൂളിന് ഫിറ്റ്നസും ഇല്ല എന്നതും പുറം ലോകം അറിയുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. മതിയായ സുരക്ഷിതത്വമില്ലാതെ നഗരസഭയുടെ കെട്ടിട നമ്പർ പോലും ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് നഗരഹൃദയത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം. വിനീഷ്, ജനം, തിരുവനന്തപുരം.